രണ്ട് തടി കഷ്ണം ഉണ്ടെങ്കിൽ നമുക്കൊരു കുരിശ് ഉണ്ടാക്കാം. ഒരു നീളം കൂടിയതും ഒരു നീളം കുറഞ്ഞതും. നീളം കുറഞ്ഞത് നമ്മളിങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് വെക്കും, തിരശ്ചീനമായിട്ട് വെക്കും. നീളം കൂടിയത് വെർട്ടിക്കലായിട്ട് ലംബമായിട്ട് വെക്കും. അപ്പൊ രണ്ടും കൂടി കൂടിയപ്പോൾ ഒരു കുരിശായി. അതും ഈ ഭൂമിയിലെ മരക്കുരിശ്. എന്നാൽ നമ്മുടെ ഉള്ളിൽ വരുന്ന കുരിശ് എന്ന് പറയുന്നത് അത് ചിന്തയുടെ കുരിശാണ്. നമ്മുടെ ഇഷ്ടമാണ് ഭൂമിയിൽ പാരലായിട്ട് കിടക്കുന്നു. അതാണ് ഒരു തടി. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിൽ നിന്ന് വരുന്ന ചിന്തയായതുകൊണ്ട് അത് വെർട്ടിക്കൽ തടി. ഇത് രണ്ടും കൂടി കൂടിയപ്പോൾ എന്തായി? ഒരു കുരിശായി. ഈ കുരിശ് നമ്മുടെ ഹൃദയത്തിൽ വരും. യേശുവിന്റെ ജീവിതത്തിൽ ഒരു കുരിശ് കാണിച്ചു തരാം. മരക്കുരിശല്ല, അതിനു മുമ്പ് ഒരു കുരിശുണ്ട്. അതായത് ആ കാൽവരി ക്രൂശിലെ യാഗത്തിലേക്ക് വരുമ്പോൾ യേശു ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ കുരിശ്, അതായത് ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്ന് പ്രാർത്ഥിച്ചു. അതാണ് യേശുവിന്റെ ഇഷ്ടം. എന്നാൽ പിതാവ് ഈ ഒരു ചിന്ത കൊടുത്തു, ഇല്ല, ഇതിലൂടെ നീ കയറിപ്പോയേ പറ്റൂ. അപ്പൊ ഇത് യേശു ക്രിസ്തുവിന്റെ ആ ഹൃദയത്തിൽ വന്നപ്പോ യേശു എന്ത് ചെയ്യുന്നറിയാമോ? യേശു ആ ക്രൂശിൽ അങ്ങ് മരിച്ചു. കാൽവരി ക്രൂശിലെ മരണമല്ല, അത് വരാൻ പോണേ ഉള്ളൂ. യേശു അവിടെ ഇങ്ങനെ പറഞ്ഞു, പിതാവേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ഇങ്ങനെയാണ് മരിച്ചത്. ദൈവത്തിന്റെ വചനം പറയാണ്, ഇതേപോലെ നീ നിന്റെ ഇഷ്ടത്തിൽ മരിച്ച് ദൈവ ഇഷ്ടം നിന്നിൽ നടപ്പിലാക്കുന്നില്ല എങ്കിൽ നിനക്ക് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. നമ്മുടെ ഇഷ്ടത്തിന് വിപരീതമായി ദൈവ ഇഷ്ടം വരും. അവിടെ നമ്മുടെ ഇഷ്ടത്തെ തള്ളിക്കളഞ്ഞിട്ട് ദൈവ ഇഷ്ടത്തെ നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണ് ഈ ക്രൂശ്.